ആദ്യത്തെ 2-3 ക്ലാസ്സിൽ പ്രശ്നം വരില്ല. പിന്നത്തെ ഉള്ള ക്ലാസ്സുകളിലായിട്ട് നിങ്ങളെ അതൊന്ന് അറിയിച്ചാൽ മതി. അതായത് സാറിനെയോ എന്നെയോ ആയിട്ടൊന്ന് അറിയിച്ചാൽ മതി, ഗ്രൂപ്പിലൊക്കെ ആയിട്ടൊന്ന് ഇട്ടാൽ മതി. അപ്പം നമ്മുടെ പേപ്പർ പ്രൊബബിലിറ്റി ആണ്, പ്രൊബബിലിറ്റി തിയറി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം പ്രൊബബിലിറ്റി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, അതായത് ചാൻസ് എന്നാ പറയുന്നത്, അതായത് സാധ്യത. സിമ്പിൾ ആയിട്ട് ലിറ്ററലി പറഞ്ഞ സാധ്യത. അപ്പം നമ്മൾ ഈ പ്രൊബബിലിറ്റി പഠിക്കുമ്പോൾ കുറച്ച്, അതായത് നമുക്കിപ്പം സാധാരണ നമ്മൾ പറയുന്ന പ്രൊബബിലിറ്റി എന്നൊരു ടേം അല്ലെ ചാൻസ് എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ്, നമുക്ക് അതിനെപ്പറ്റി ഒന്നും ഒരു അറിവില്ലായ്മ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു പോസിബിലിറ്റീസ് ഒത്തിരി നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രൊബബിലിറ്റി എന്നൊരു ടേം യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇന്ന് ചിലപ്പോൾ മഴ പെയ്യാം, ഇന്ന് ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം പ്രൊബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓഫ് എന്താണ്, സം ഇവന്റ് അല്ലെ എന്തേലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതേനെയാണ് പ്രൊബബിലിറ്റി എന്ന് നമ്മൾ നെയിം ചെയ്യുന്നത്. ഓക്കെ, പ്രൊബബിലിറ്റി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എന്താണ്, നമ്മൾ സിംപിളി പറഞ്ഞ എന്താണ്, ചാൻസ്. അപ്പം പ്രൊബബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി, ചാൻസ്. പക്ഷെ നമ്മൾ ഈ ചാൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ലിറ്ററലി ഒറ്റ വേർഡ് ചാൻസ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾക്ക് വളരെ എന്താണ് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് അല്ലെ. അപ്പം എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അതായത് ഇപ്പം പ്രൊബബിലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്തേലും ഒരു കാര്യം സംഭവിക്കും, അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള അതിന്റെ റിസൾട്ടിനെ പറ്റിയിട്ടുള്ള പ്രൊബബിലിറ്റി ആണോ എന്തുവാന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം പ്രൊബബിലിറ്റി പഠിക്കുമ്പോൾ നമുക്ക് പ്രിലിമിനറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. റാൻഡം എക്സ്പെരിമെന്റ്, ഔട്ട്കംസ്, ട്രയൽസ്, ഇവന്റ്സ്, എക്സോസ്റ്റീവ് ഇവന്റ്സ്, മ്യൂച്വലി എക്സോസ്റ്റീവ് ഇവന്റ്സ്, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ഈക്വലി ലൈക്ലി എന്നുള്ളത്, ഇത്രയും കാര്യങ്ങൾ. അപ്പം പ്രോബബിലിറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്താന്നുള്ളത്. അപ്പൊ റാൻഡം എക്സ്പെരിമെന്റ് എന്താന്ന് പറയുന്നതിന് മുന്നേ ഞാൻ എക്സ്പെരിമെന്റിനെ കുറിച്ചൊന്ന് പറയാം. എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ അറിവിൽ എക്സ്പെരിമെന്റ് എന്താ? പറയാട്ടോ, റെസ്പോണ്ട് ചെയ്യാട്ടോ, അതാകുമ്പോ കുറച്ച് നിങ്ങൾക്കും കൂടി എളുപ്പമായിരിക്കും. എക്സ്പെരിമെന്റ് എന്താണ് അറിയാവുന്നവർ മലയാളത്തിൽ അങ്ങ് പറഞ്ഞാലും മതി. ഹലോ, നമ്മുടെ ഒരു ഒബ്സർവേഷനില് അത് ചെയ്യുക, പിന്നെ അത് കൺക്ലൂഡ് ചെയ്യുക, ഫൈനൽ ആൻസർ കിട്ടുക, അത് തന്നെ, അതാണ് നമുക്കറിയുന്ന എക്സ്പെരിമെന്റ്. പക്ഷെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന 2 തരമുണ്ട്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന റാൻഡം എക്സ്പെരിമെന്റ്. 2 പറയുന്ന ഡിറ്റർമിനിസ്റ്റിക്. ഓക്കെ, നമ്മൾ ത്രൂ ഔട്ട് ഇനി പഠിക്കാൻ പോകുന്ന പറയുന്ന റാൻഡം ആണ്. പക്ഷെ ഇത് രണ്ടും എന്താന്ന് ആദ്യം വ്യത്യാസം അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയാം. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാല് നമുക്ക് ഓൾറെഡി ആ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് അറിയാം. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഫിസിക്സ് ലാബ്, കെമിസ്ട്രി ലാബ് ഇവിടൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് സാൾട്ട് അനാലിസിസ്, അല്ലെങ്കിൽ നമ്മളിപ്പം എന്തേലും ഒരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്, നമുക്ക് ഓൾറെഡി അതിന്റെ റിസൾട്ട് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് അറിയാൻ സാധിക്കും. ഇപ്പം സാൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ കാറ്റോൺ ആനയോൺ ആണെങ്കിൽ നമുക്കത് എന്താന്ന് ഓൾറെഡി അറിയാം, നമ്മൾ ചെയ്ത് നോക്കുന്നു. റിസൾട്ട് നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. ഫിസിക്സ് ലാബില്, പിന്നെന്തോ കെമിസ്ട്രി ലാബിൽ, നമ്മൾ യൂഷ്വലി ലാബിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ്, ഇപ്പൊ അക്കൗണ്ടിങ് ആണെങ്കിലും ഒക്കെ നമുക്ക് റിസൾട്ട് അറിയാം, ബട്ട് നമ്മളൊന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട്, അതായത് നേരത്തെ തന്നെ റിസൾട്ട് അറിയാവുന്ന എക്സ്പെരിമെന്റ്സിനെയാണ് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ റിസൾട്ട് എല്ലാം ഷ്യൂർ റിസൾട്ട് ആണ്, അതായത് നമുക്ക് അറിയാവുന്ന റിസൾട്ടുകളാണ്. ഓക്കെ, ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സിനാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നു. ആ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റിന്റെ ഔട്ട്കംസിന്റെ പോസിബിലിറ്റീസ് അറിയാം. ഉദാഹരണത്തിന് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയില്, ഇതിലേതേലും ഒന്ന് കിട്ടും. പക്ഷെ ഇതിലേതാ കിട്ടുന്നെന്നുള്ളത് എക്സ്പെരിമെന്റ് നടത്തിയതിനു ശേഷം മാത്രമേ അറിയുള്ളൂ. സോ എക്സ്പെരിമെന്റ്, അങ്ങനെയുള്ള എക്സ്പെരിമെന്റിനാണ് നിങ്ങൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റിസൾട്ട് ഏതാണ് ആ ടൈമിൽ ഒക്വയർ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ ഒന്നെങ്കിൽ
അതോ അല്ലെങ്കിൽ ഇതോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അവിടെ ഒക്വയർ ചെയ്യും. അതായത് നിങ്ങൾക്ക് അതിന്റെ പോസിബിൾ ആയിട്ടുള്ള ചോയ്സസ് അറിയാം, പക്ഷെ ഇതിൽ ഏത് ഒക്വയർ ചെയ്യുന്നു എന്ന് അറിയത്തില്ല. ഇതാണ് റാൻഡം എക്സ്പെരിമെന്റ്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? റാൻഡം എക്സ്പെരിമെന്റും ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റും എന്താന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഹലോ ഹലോ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി മിസ്. മനസ്സിലായി. അപ്പം ഞാനിപ്പോ കുറച്ചു മുന്നേ പറഞ്ഞ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന എല്ലാരും കോയിൻ ടോസ് ചെയ്യുന്നതാണ് എപ്പോഴും ആദ്യം പറയുന്നത്. പെട്ടെന്ന് മനസ്സിലാവാനായിട്ടാണ് ആ ഒരു ഉദാഹരണം പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ റാൻഡം എക്സ്പെരിമെന്റ് ആണ് ത്രൂ ഔട്ട് ഇനിയും പ്രോബബിലിറ്റിക്ക് വേണ്ടി പഠിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ നമുക്ക് റിസൾട്ട് ഏതാണെന്ന് അറിയത്തില്ല ക്വയറി ചെയ്യുന്നത്. പ്രോബബിലിറ്റിക്ക് വേണ്ടി നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിന്റെ പ്രോബബിലിറ്റി, ഏത് റിസൾട്ട് ഒക്വയർ ചെയ്യും, ഏത് റിസൾട്ട് ആയിരിക്കും വരിക എന്നുള്ള ചാൻസിനെ പറ്റിയുള്ള പഠനമാണ് പ്രോബബിലിറ്റി. ഓക്കെ, ഇനി റാൻഡം എക്സ്പെരിമെന്റിൽ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? ടോസിങ് ഓഫ് എ കോയിൻ. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കിട്ടാവുന്ന പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഹെഡും ടെയിലും. ഓക്കെ, ഞാൻ ഹെഡ് ചേടി കൊടുക്കാം, ഹെഡ് ടെയില്. അപ്പം പക്ഷെ ഇതില് ഏതാ ഒക്വയർ ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ പോസിബിലിറ്റീസ്, ഇവിടെ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 2 പോസിബിലിറ്റീസ് ഉണ്ട്, ഹെഡ് ടെയില്. സോ ഇതാണ് റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റ് നമുക്ക് ഉദാഹരണം പറയാൻ പറ്റുന്നതാണ് ടോസിങ് ഓഫ് എ കോയിൻ. അഥവാ നമുക്ക് വേറെ എക്സാമ്പിൾ പറയാം. അതായത് ഒരു ഡൈ ത്രോ ചെയ്യുന്ന, ഡൈ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പൊ ഏണിയും പാമ്പും ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 6 ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ഡൈ ഉണ്ട്. ആ ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്ര ചോയ്സസ് ആയിരിക്കും കിട്ടുന്നത്? അതായത് ത്രോയിങ് ഓഫ് എ ഡൈ. അടുത്ത ഒരു റാൻഡം എക്സ്പെരിമെന്റ് ആണിത്. ഡൈ എന്ന് പറയുന്നത് 6 ഫേസ്ഡ് ആട്ടോ. ഡൈ എന്താന്ന് അറിയാലോ എല്ലാവർക്കും? അറിയത്തില്ലേ? പറഞ്ഞാൽ മതി, നമുക്കത് ഡിസ്കസ് ചെയ്തൊക്കെ തന്നെ പോകാം. എന്തോ പറഞ്ഞോടാ? പറഞ്ഞോ. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, അങ്ങനല്ലേ? വെരി ഗുഡ്, അത് തന്നെ. അപ്പം ഇവിടെ നമുക്ക് എന്താണ്? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഇതാണ് എന്തെന്ന് പറയുന്നത്? ത്രോയിങ് ഓഫ് എ ഡൈ. ഇതും എന്താണ്? ഒരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. കാരണം ഇതിൽ ഏത് വേണേലും ഒക്വയർ ചെയ്യാം. പക്ഷെ ഇത്രയാണ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒക്വയർ ചെയ്യുള്ളൂ. അതാണ് റാൻഡം എക്സ്പെരിമെന്റ്. ഇനി അടുത്ത ടേം ആണ് ഔട്ട്കം. ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്കം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിസൾട്ട്. അതായത് ഇവിടെ പല റിസൾട്ട്സ് ഉണ്ട്, പല ചോയ്സസ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്കം. അത് ലിറ്ററലി മനസ്സിലാക്കി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ എത്ര ഔട്ട്കംസ് ഉണ്ട്? ഫസ്റ്റ് കേസിലാണെങ്കിൽ നമുക്കിവിടെ 2 ഔട്ട്കംസ് ആണ് ഉള്ളത്. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറയും. സോ ഇതിൽ ഏത് വേണേലും വരാം. സോ ഇവിടുത്തെ ഔട്ട്കം നമ്പർ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അതേപോലെ ഇനി നമ്മൾ ഈ ഒരു കേസ് എടുക്കുക നോക്ക്. അതായത് ഡൈയുടെ കേസ് എടുക്കുവാണെങ്കിൽ ഔട്ട്കം, അതായത് നമുക്ക് എത്ര പോസിബിലിറ്റീസ് അവിടെ കാണും, അല്ലെ എത്ര പോസിബിൾ ചോയ്സസ്, അല്ലെ ഇതിൽ ഏതൊക്കെ റിസൾട്ട് ആയിട്ട് വരാം? എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഓക്കെ, ഇതാണ് ഔട്ട്കം. ഇനി ഇവിടെ ഞാൻ എഴുതാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അത് ഞാൻ ഇവിടെ അങ്ങ് എഴുതി പോകാം. സാമ്പിൾ സ്പേസ്. ഓക്കെ, സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. അതായത് നമ്മളിപ്പം എല്ലാവർക്കും സെറ്റ് എന്താന്ന് അറിയാമല്ലോ. സെറ്റ് എന്ന് പറഞ്ഞാല് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് എന്താണ്? കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഈ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ യൂഷ്വലി നൊട്ടേറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു ബ്രാക്കറ്റില് നമ്മളിങ്ങനെ വേർതിരിച്ചെഴുതും, അല്ലെ? എ ബി കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത്, വേർതിരിച്ചെഴുതുന്ന വെച്ചാൽ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതും. ഇതാണ് സെറ്റ് നൊട്ടേഷൻ. ഞാൻ സെറ്റിന്റെ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. നമുക്കിവിടെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസ് ആണ്. സോ ഈ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളിപ്പം കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്? ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ഒക്കെ വരുന്നത്. അപ്പൊ ഈ ഹെഡിനെയും ടെയിലിനെയും സെറ്റ് നൊട്ടേഷനിൽ എന്തൊക്കെ ഔട്ട്കംസ് വരാവോ അതെല്ലാം ഒരു സെറ്റില്
നമ്മൾ സെറ്റായിട്ട് സെറ്റ് റെപ്രസെന്റേഷനിൽ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാമ്പിൾ സ്പേസ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? നമ്മൾ ഈ പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും മനസ്സിലായോ? ബേസിക് ആയിട്ടുള്ള നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. റാൻഡം എക്സ്പെരിമെന്റ് അഗെയിൻ ഔട്ട്കംസ് അഗെയിൻ സാമ്പിൾ സ്പേസ്. ഇത്രയും വ്യക്തമായിട്ടുണ്ടോ എല്ലാവർക്കും? പറഞ്ഞു. ഓക്കെ അല്ലേ? എക്സാമ്പിൾസ് എല്ലാം വേണോ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഇപ്പം ഓൺ ദ സ്പോട്ട്? ഓക്കെ, ഞാനൊരു ഒരെണ്ണം തരാം. ആരെങ്കിലും റാൻഡ് ആയിട്ട് പറഞ്ഞാൽ മതി. ഉദാഹരണത്തിന് simultaneously tossing 2 coins. ഇതൊരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ആണോ ഇത് റാൻഡം എക്സ്പെരിമെന്റ് ആണോ അല്ലയോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞാണേലും എന്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്, അതായത് സാമ്പിൾ സ്പേസ് എഴുതുക. അങ്ങനെ പറഞ്ഞാൽ മതി. സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതാൻ സാധിക്കുമോ എല്ലാവർക്കും? നമ്മുടെ പ്രോബ്ലമാറ്റിക് പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സാമ്പിൾ സ്പേസ് എഴുതാവോ എന്നൊക്കെ ക്ലാസ്സിൽ തന്നെ ചോദിക്കുന്നത്. കാരണം നമുക്കത് എഴുതി പോണം. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ബേസിക് എന്നുള്ളത്. അപ്പം അത് നമുക്ക് സ്കോർ ചെയ്തെടുക്കണം. ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും സ്കോർ ചെയ്തെടുക്കണം. അപ്പൊ സാമ്പിൾ സ്പേസ് എല്ലാരും ഒന്ന് എഴുതാൻ നോക്കാം. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു ഹെഡ് വരും, ടെയില് വരും, ഹെഡും ടെയില് വരും, ടെയില് ഹെഡും വരും. വെരി ഗുഡ്. ഹെഡ് വരും, ഹെഡ് ടെയില് വരും, ടെയില് ഹെഡ് വരും, ടെയില് വരും. അതെ, കറക്റ്റ് ആട്ടോ. സാമ്പിൾ സ്പേസ് എല്ലാവർക്കും ഇങ്ങനെ തന്നെയല്ലേ കിട്ടിയത്? എല്ലാവർക്കും ഇങ്ങനെ തന്നെ കിട്ടിയത്? വെരി ഗുഡ്. അപ്പം സാമ്പിൾ സ്പേസ് ഇതാണ്. ഇനി നമുക്ക് ഇവിടെ എത്ര ഔട്ട്കംസ് ഉണ്ട്? നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എത്രയുണ്ട്? 4. വെരി ഗുഡ്. അപ്പം നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് നമുക്ക് 4 ആണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഇതൊരു റാൻഡം എക്സ്പെരിമെന്റ് ആണെന്ന് പഠിച്ചു, സാമ്പിൾ സ്പേസ് പഠിച്ചു, ഔട്ട്കം പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ അല്ലേ എല്ലാവർക്കും? വെരി ഗുഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാല് ട്രയല്, ഇവന്റ്. ഓക്കെ, ഈ 2 ടേമും കൂടിയാണ് കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ളത്. ഈ ട്രയൽ എന്ന് വെച്ചാല് നമ്മളിപ്പം ഈ എക്സ്പെരിമെന്റ് പറയത്തില്ലേ, അതായത് ഇപ്പൊ ടോസിങ് ഓഫ് എ കോയിൻ, ടോസിങ് ഓഫ് 2 കോയിൻസ്, ടോസിങ് ഓഫ് എ കോയിൻ 10 ടൈംസ്. അപ്പൊ ഈ പെർഫോം ചെയ്യുന്ന എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ ട്രയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ട്രയൽ എന്ന് പറഞ്ഞാല് നമ്മൾ പെർഫോം ചെയ്യുന്ന എക്സ്പെരിമെന്റ്. നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. വേറെ വാക്കുകളൊന്നും പഠിക്കേണ്ട. അത് വേറെ ഒന്നും ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഏത് എക്സ്പെരിമെന്റ് ആണോ പെർഫോം ചെയ്യുന്നത് അതാണ് ട്രയൽ എന്ന് പറയുന്നത്. അപ്പം ടോസിങ് ഓഫ് എ കോയിൻ ട്രയൽ ആണ്. അപ്പം ചിലയിടത്ത് ഇങ്ങനെ പറയും 10 ടൈംസ് കോയിൻ ടോസ് ചെയ്തെന്നൊക്കെ. അപ്പം കോയിൻ ടോസ് ചെയ്യുന്നതാണ് എക്സ്പെരിമെന്റ്, റാൻഡം എക്സ്പെരിമെന്റ്. 10 ടൈംസ് ആണ് നമ്മുടെ എക്സ്പെരിമെന്റ് അവിടെ കണ്ടക്ട് ചെയ്തേക്കുന്നത്. സോ അത് ഒരു 10 ടൈംസ് ആയിട്ട് എന്താണ് നമ്മുടെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ട്രയൽ എന്ന് ഉദ്ദേശിക്കുന്നത് പെർഫോം ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഏതാണോ അതാണ് ട്രയല്. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവിടെ ട്രയലിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പൊ 10 ടൈംസ് ആണെങ്കിൽ 10 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തമായോ? ഓക്കെ, അപ്പൊ ഇതാണ് ട്രയൽ. ഇനി ഇവന്റ് എന്ന് നമ്മൾ പറയുന്നത് ഇതൊക്കെ കുറച്ചുകൂടെ മാത്തമാറ്റിക്കലി ആയിട്ടുള്ള ടേംസുകളാണ്. ഇവന്റിലോട്ടൊക്കെ വരുമ്പോ ഇവന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിറ്ററലി എന്താണ്, എന്തേലും ഒരു കാര്യം നടക്കുക അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് നടന്നിട്ട് വരുന്ന എന്താണ് എന്തേലും കുറച്ച് സംഭവങ്ങൾ അല്ലെ, അങ്ങനെയാണ് നമ്മൾ ഇവന്റിനെ മലയാളത്തിൽ പറയുന്നത് എന്താണോ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ മാത്തമാറ്റിക്കലി പറയുമ്പോൾ എന്താണ്, നമ്മൾ സബ്സ്പേസിനെ സെറ്റ് ആയിട്ടാണ് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സബ്സെറ്റിന്റെ അകത്തെ എന്താണ്, ഈ സെറ്റിന്റെ അകത്തെ എന്താണ് ഓരോ സബ്സെറ്റുകളെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സബ്സെറ്റ് ആണ്, സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. ഇതാണ് മാത്തമാറ്റിക്കലി നമ്മൾ ഇവന്റിനെ പറയുന്നത്. ഇവന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇനി എക്സ്പെരിമെന്റ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് കണ്ടത്, സൈമൾട്ടേനിയസ്ലി ടോസിങ് 2 കോയിൻസ്. നമുക്കറിയാം സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഹെഡ് ടെയില് ഹെഡ്. അപ്പൊ ഇവന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ ഒരു ഇവന്റിന് ഒരു ഉദാഹരണം പറയുവാണ്. ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്.
അതിന്റെ അർത്ഥം എന്താണ്? രണ്ട് ഹെഡ് എക്സാക്ട് ആയിട്ട് കിട്ടിയിരിക്കണം. അതായത് നമുക്കിവിടെ രണ്ട് ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കേട്ടോ. അതായത് നമ്മുടെ രണ്ട് കയ്യിലും രണ്ട് കോയിൻ ഇരിക്കുമ്പോൾ രണ്ട് കയ്യിലും ഹെഡ് കിട്ടുന്നതിനാണ് ഹെഡ് ഹെഡ് എന്ന് എഴുതിയേക്കുന്നത്. എല്ലാവർക്കും അറിയാലോ. അപ്പം ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇവന്റ് ആണ്. സോ അത് നമ്മുടെ ഈ അക്കോർഡിംഗ് ടു ദ പ്രീവിയസ് എക്സാമ്പിൾ, നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ എന്താണത്? ഹെഡ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പം ഇതൊരു ഇവന്റ് E1, ഞാനൊരു E1 എന്ന് കൊടുക്കുവാണ്. ഇതെല്ലാം സെറ്റുകളാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ഇതിന്റെ ഡെഫിനിഷൻ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? സബ്സെറ്റ് ഓഫ് ദി സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെയാണ് ഇവന്റ് എന്ന് പറയുന്നത്. ഒരു ഇവന്റിന് വേറൊരു ഉദാഹരണം പറയുന്നത് എന്താണ്? ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. ഇതിന്റെ അകത്ത് ഇവന്റ് ഒന്ന് പറയാവോ? ഇതിൽ ഏതാന്നുള്ളത്? മിനിമം ഒരു ഹെഡ്, അറ്റ്ലീസ്റ്റ് 1 ഹെഡ് പറയാൻ പറ്റുമോ? വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ്. അപ്പൊ അതെങ്ങനെ നമ്മൾ എഴുതുന്നത്? HH. നമുക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, ബ്രാക്കറ്റില്. ഇത് ഇവിടെ എങ്ങനെ എഴുതുന്നത്? HH HT TH. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ ഇതുപോലെ എക്സാക്ട്ലി 2 ഹെഡ് എടുക്കാം, അല്ലെങ്കിൽ എന്താണ് എക്സാക്ട്ലി 1 ടെയിൽ, അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇപ്പം ഇതിൽ നിന്ന് മാക്സിമം എക്സാമ്പിൾസ് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവന്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇതാണ് ഇവന്റിനൊക്കെ ഒരു എക്സാമ്പിൾ. ഇവന്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് ദി സാമ്പിൾ സ്പേസ്. ഇനി നമുക്ക് അടുത്തൊരു പ്രിലിമിനറി ആയിട്ട്, ഓക്കെ, ഇത്രയാണ് മെയിൻ പ്രിലിമിനറീസ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ഈക്വലി ലൈക്ലി ഇവന്റ്സ്. ഇതൊക്കെയാണ് നമുക്കിനി നെക്സ്റ്റ് വരുന്ന കുറച്ച് ടേംസുകളാണ്. അപ്പൊ ഇവന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കത് ഡയറക്ട്ലി പോകാൻ പറ്റും. ഇവന്റ്സ് ഇത്ര ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്താണ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ, അതായത് നമ്മളിപ്പോ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസിനെ, അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ സൈമൾട്ടേനിയസ്ലി ടോസിങ് 2 ഹെഡ്സ്, അതിൻ്റെ അകത്ത് സാമ്പിൾ സ്പേസിൽ ഹെഡ് 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 ടൈല് ടൈല് ഹെഡ് ടൈല് ടൈല് എന്ന് പറയുന്നു. ഈ എക്സോസ്റ്റീവ് ഇവന്റുകൾ എന്ന് പറയുന്നത് ഇത് ഓരോന്നും എക്സോസ്റ്റീവ് ഇവന്റുകളാണ്. അപ്പം ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ അതിന്റെ സാമ്പിൾ സ്പേസിന്റെ അകത്തെ ഓരോ ഇവന്റുകളെ, എല്ലാ ഇവന്റുകളും എന്താണ്? എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഇവന്റുകളാണ്. വളരെ ലളിതമായിട്ട് പറയുവാണെങ്കിൽ സാമ്പിൾ സ്പേസിലെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിനെ, ആ ഓരോ ഔട്ട്കംസുമാണ് എന്തെന്ന് പറയുന്നത്? എക്സോസ്റ്റീവ് ഇവന്റ്സ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഗ്രീഷ്മ പറയാനുണ്ടോ? ഗ്രീഷ്മ റേസ് ചെയ്തായിരുന്നു ഇപ്പൊ എന്തെങ്കിലും? കൈ തട്ടിയായിരിക്കും ടീച്ചറെ. എന്തോ? അതെ, അറിയാതെ കൈ തട്ടിയതാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതാണ് എന്തെന്ന് പറയാ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? എക്സ്ഹോസ്റ്റീവ് ആയിട്ടുള്ള ഇവന്റുകൾ. എക്സോസ്റ്റീവ് ഇവന്റിന് മറക്കരുത് ആരും. ഇനി നമുക്ക് അടുത്തെന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. അപ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ 2 ഇവന്റ് എടുത്തു, മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഞാൻ 2 ഇവന്റ് എടുത്തു. ഈ നമ്മളൊരു ഉദാഹരണത്തിന് E1 E2, ഈ 2 ഇവന്റുകളിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും പാടില്ല. നോ എലമെന്റ്സ് എന്താണ്? നോ എലമെന്റ്സ് മസ്റ്റ് കണ്ടെയ്ൻ ഇൻ E1 ആൻഡ് E2. മനസ്സിലാവുന്ന രീതിയിൽ ഓർത്തെടുത്താൽ മതി. E1 E2 2 ഇവന്റുകൾ എടുക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ഇവന്റുകൾ അല്ലെ, കോമൺ ആയിട്ടുള്ള ഔട്ട്കംസ് അതിൽ കാണാൻ പാടില്ല. അങ്ങനെയുള്ളതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നമ്മളിപ്പോ മുകളിൽ കണ്ട ഒരു എക്സാമ്പിളില് ഞാൻ E1 എന്ന് പറയുന്നത് എക്സാക്ട്ലി 2 ഹെഡ്സ് ഇങ്ങനെ ഒരു ഇവന്റും, E2 എന്ന് പറയുന്നത് എക്സാക്ട്ലി 2 ടെയിലുമാണെങ്കിൽ ഇവർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സുകളാണ്. കാരണം ഇവർക്ക് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇവർക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഹെഡ് 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 ടൈല്, ഹെഡ് ഹെഡ് എന്ന് പറയുന്നതാണ് ഒറ്റ ഒരു ഇവന്റ് കേട്ടോ. ടൈല് ടൈല് എന്ന് പറയുന്നതാണ് ഒറ്റ ഒരു ഇവന്റ്. അപ്പം ഇവരിൽ ആരാണ്? കോമൺ ആയിട്ട് ആരുമില്ല. സോ ഇവരെന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നമുക്ക് ലിറ്ററലി ഡിസ്ജോയിന്റ് ഇവന്റ്സ് എന്നൊക്കെ പറയാം. അതാകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും.
ഡിസ്റ്റോയിന്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ലാത്ത ഇവന്റുകളെയാണ് ഡിസ്റ്റോയിന്റ് ഇവന്റ്. അപ്പം ഇങ്ങനെയുള്ള ഇവന്റ്സിനാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ്സ് എന്ന് പറയുന്നത്, ഡിസ്റ്റോയിന്റ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാല് ഈക്വലി ലൈക്ലി. അപ്പൊ ഞാൻ ഈക്വലി ലൈക്ലി പറയുമ്പോഴത്തേനും ഞാൻ ഇതൊന്ന് ജസ്റ്റ് വേറൊരു പേജില് ഇവിടെ ഈക്വലി ലൈക്ലി എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇപ്പൊ നമ്മളൊരു ഈക്വലി ലൈക്ലി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഈ ഉദാഹരണം തന്നെ എടുത്തോ, സിമ്പിൾ എക്സാമ്പിൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ തന്നെയാണ് അവിടെ നമുക്ക് ഹെഡ് അല്ലേ ടെയില് ഏതേലും ഒന്ന് കിട്ടും. അപ്പം അത് കിട്ടാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്, ഐദർ ഹെഡ് ഓർ ടെയിലാണ്. അവിടെ അതായത് ഹെഡ് ആയിരിക്കും കൂടുതൽ കിട്ടാൻ ചാൻസ് എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലെ ടെയിലാണ് ഏറ്റവും കൂടുതൽ, ടെയില് വരാനാണ് ചാൻസ് കൂടുതൽ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഈക്വൽ ചാൻസ് ആണ്. ഈക്വൽ, അവിടെ 2 ഔട്ട്കംസേ ഉള്ളൂ, അവിടെ ഈക്വൽ ചാൻസ് ആണ് ഹെഡും ടെയിലും കിട്ടാൻ. അതുകൊണ്ട് എന്താണ്, അങ്ങനെയുള്ള ഇവന്റുകളെല്ലാം നമ്മൾ എന്താണ് ഈക്വലി ലൈക്ലി എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായ? ഈക്വലി ലൈക്ലി ഇവന്റ്സ്, അതായത് ഇവന്റ്സുകൾ കിട്ടാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഡൈ ടോസ് ചെയ്യുമ്പോൾ, ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 6 പോസിബിൾ ഔട്ട്കംസ് ആണ് ഉള്ളത്, അല്ലേ? 6 പോസിബിൾ ഔട്ട്കംസ്, 1 2 3 4 5 6, അല്ലേ? സംശയമില്ലല്ലോ ഇത്തരത്തില്. ഈ 1 കിട്ടാനാണേലും 2 കിട്ടാനാണേലും 3 കിട്ടാനാണേലും എല്ലാം എന്താണ്, ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ആണ്. അതായത് ഇതില് ഏത് നമുക്ക് ഔട്ട്കം ആയിട്ട് ഒക്കോരെ ചെയ്യാൻ, അല്ലെങ്കിൽ ഫൈനലായിട്ട് ഇതിൽ ഏത് വീഴാനായിട്ടും, അല്ലെ ഇത് 3 കിട്ടാനാണേലും 4 കിട്ടാനായിട്ടും എല്ലാം അവര് ഈക്വൽ ചാൻസ് ആണ്. സോ അങ്ങനെയുള്ള ഇവന്റുകളെ എല്ലാം എന്താണ് ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് പറയും. അപ്പം ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ. ഈ ടേംസുകളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇതിൽ നമുക്ക് ഡൗട്ട് തോന്നാം, ചിലപ്പോൾ മാറിപ്പോവാം, പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അത്ര ഓക്കെ ആണെങ്കിൽ നമുക്ക് മെയിൻ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷനിലോട്ട് കയറാൻ പറ്റും. ഇത്ര ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച ടേംസും കാര്യങ്ങളും എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നേരെ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻസിലേക്കാണ് പോകുന്നത്. അപ്പം പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു പ്രോബ്ലം എഴുതിയിട്ടുള്ളതുകൊണ്ട് ഓക്കെ ഇവിടെ എടുക്കാം. പ്രോബബിലിറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ 3 ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷെ ഈ 3 ഡെഫിനിഷൻസിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഡെഫിനിഷൻസേ ഉള്ളൂ. ആ 2 ഡെഫിനിഷൻസ് നമ്മൾ അത്യാവശ്യം തറവായിരിക്കണം. ഐഡിയ ഇല്ല, പ്രോബ്ലം ചെയ്യാൻ ഫസ്റ്റ് ഡെഫിനിഷൻ മതിയായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തൊട്ട് എല്ലാവരും പരിചിതമായിട്ടുള്ള ഡെഫിനിഷനാണ്. ഇതിനെ വിളിക്കുന്നത് ക്ലാസിക്കൽ അപ്രോച്ച് എന്നാണ്. അപ്പൊ അതൊന്നും പഠിച്ചില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് നമ്മൾ എപ്പോഴും പ്രോബബിലിറ്റി പറയുന്നത് ഒരു ഇവന്റിനാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആയിട്ട് എടുക്കുവാണ്. ഓക്കെ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്പർ ഓഫ് ഫേവറബിൾ, എല്ലാവർക്കും പരിചയമായിട്ടുള്ളതായിരിക്കും, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ഇതെല്ലാവരും വളരെ പരിചിതമായിട്ടുള്ളതാണ്, പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ. ഇതാണ് പ്രോബബിലിറ്റിയുടെ ഏറ്റവും ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ അപ്രോച്ച് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. അപ്പം അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പം ഒരു ഡൈ ത്രോ ചെയ്യുന്നത് തന്നെ എടുക്കാം. ഞാൻ ഡൈ ത്രോ ചെയ്യുന്ന കേട്ട് നിങ്ങൾ മടുത്തോ? അല്ലെങ്കിൽ നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കോയിൻ ടോസ് ചെയ്യുന്ന എടുക്കാം. ഏതാണ് ഡൈ ത്രോ ചെയ്യുന്നത് പറയട്ടെ? ഓക്കെ. അപ്പം നമ്മൾ ഒരു ഡൈ ത്രോ ചെയ്യുന്നത് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അപ്പം അവിടെ നമുക്ക് ത്രോയിങ് എ ഡൈ, ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പ്രോബബിലിറ്റിയുടെ ഈ ഒരു ഡെഫിനിഷൻ, ഈ ഒരു അപ്രോച്ച് നമുക്ക് മനസ്സിലാക്കാം. ത്രോയിങ് ഓഫ് എ ഡൈ എന്ന് പറയുമ്പോൾ സാമ്പിൾ സ്പേസ് ആരേലും ഒന്ന് പറഞ്ഞേ. അതായത് ആർക്കെങ്കിലും ഇവിടെ മെസ്സേജ് വിടാം കേട്ടോ, പറയാൻ ഇതായിട്ടുള്ളവർക്ക് മെസ്സേജ് ഇടാം. സാമ്പിൾ സ്പേസ് എന്താണ് ത്രോയിങ് എ ഡൈ?
നമ്മളൊരു പ്രോബബിലിറ്റിയുടെ ഒരു കണക്ക് ചെയ്യുമ്പോൾ ആദ്യം എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസ് എഴുതാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? ത്രോയിങ് ഓഫ് എ ഡൈ. 1, 2, 3, 4, 5, 6. 6. വെരി ഗുഡ്. അപ്പം 1, 2, 3, 4, 5, 6. അപ്പൊ ഇതാണ് പ്രോബബിലിറ്റി, അതായത് ത്രോയിങ് ഓഫ് എ ഡൈ എന്ന്. അപ്പം ഇതാണ് നമ്മുടെ എസ്, സാമ്പിൾ സ്പേസ്. ഞാൻ സാമ്പിൾ സ്പേസിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്യുവാണ്. ഓക്കെ, അബ്രിവേഷനിൽ ഡൗട്ട് വരണ്ട, എസ് സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഞാൻ ഇപ്പൊ ഒരു ഇവന്റ് കൺസിഡർ ചെയ്യണം. സോ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഇവന്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ്. സോ പ്രോബബിലിറ്റി ഓഫ് ഈ കാണണമെങ്കിൽ ഇവിടെ ഫേവറബിൾ, അതായത് ഈ ഈവൻ നമ്പർ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈവൻ നമ്പർ അല്ലെ ഈ ഇവന്റിന്റെ കാർഡിനാലിറ്റി, സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഈ എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. അപ്പം ടോട്ടൽ നമ്പർ നമുക്കറിയാം. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? 6 ആണല്ലോ. 6. ഇനി നമ്പർ ഓഫ് ഫേവറബിൾ എന്തായിരിക്കും? ഫേവറബിൾ എന്ന് പറഞ്ഞാല് ഈവൻ നമ്പേഴ്സ്. നമ്മുടെ സാമ്പിൾ സ്പേസിൽ നോക്കുക, അതിന്റെ അകത്ത് ഈവൻ നമ്പേഴ്സ് എത്രയുണ്ടെന്ന് നോക്കുക, അതാണ് ഫേവറബിൾ. കാരണം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാല് ഫേവറബിൾ, ഇവിടുത്തെ ഇവന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫേവറബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതാണ് ഫേവറബിൾ ഇവന്റ്. നമ്മൾ ഗെറ്റിംഗ് ഈവൻ നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നെങ്കിൽ ഇതാണ് നമ്മുടെ ഫേവറബിൾ ഇവന്റ്. ആ ഫേവറബിൾ ഇവന്റ് ഇതിന്റെ അകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. സോ ഇവിടെ നമ്മുടെ ഫേവറബിൾ ഇവന്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ആണ്. സോ 2, 4, 6. പറഞ്ഞു 1/2. 1/2. വെരി ഗുഡ്. 3/6 which is 1/2. സോ ഇതാണ് നമ്മുടെ എന്താണ് പ്രോബബിലിറ്റിയുടെ ക്ലാസിക്കൽ ആയിട്ടുള്ള അപ്രോച്ച്. അപ്പം ഈ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ക്ലാസിക്കൽ അപ്രോച്ചിന് വളരെ എളുപ്പമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഫൈനൈറ്റ് ആയിരിക്കണം. അതായത് സാമ്പിൾ സ്പേസ് ഫൈനൈറ്റ് ആയിരിക്കണം, ഫേവറബിൾ ഔട്ട്കംസ് ഫൈനൈറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഡെഫിനിഷൻ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഡീമെറിറ്റ് ഉള്ളത് കൊണ്ടാണ് വേറൊരു ഫ്രീക്വൻസി അപ്രോച്ചിലേക്ക് പോയത്. പക്ഷെ അവിടെയും ഡീമെറിറ്റ് ഉണ്ട്. പക്ഷെ ഫ്രീക്വൻസി അപ്രോച്ച് നിങ്ങൾ പഠിക്കണ്ട, ഞാൻ ഫ്രീക്വൻസി അപ്രോച്ച് പറയുന്നില്ല, ആക്സിയോമാറ്റിക് അപ്രോച്ച് ആയിരിക്കും പറയുന്നത്. പക്ഷെ ഇപ്പം ബേസിക് ആയിട്ട് ക്ലാസിക്കൽ അപ്രോച്ച് മനസ്സിലായി കാണുമല്ലോ എന്താന്നുള്ളത്. അപ്പം ഞാൻ വേറൊരു ഇവന്റ് തരാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പേഴ്സ്. ആരെങ്കിലും ഒരാളൊന്ന് പറയാവോ? പ്രൈം നമ്പേഴ്സ് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി ഒന്ന് പറയാവോ? നമ്മുടെ സാമ്പിൾ സ്പേസ് ഇതാണ്. സാമ്പിൾ സ്പേസ് അതായത് സിംപ്ലിഫൈ ചെയ്ത പറഞ്ഞിട്ടുള്ള അല്ലെ? കറക്റ്റാ. അതായത് നമുക്ക് ഇവിടെ എത്ര വരും? ഏതൊക്കെ വരും? 2, 3, 5. 2, 3, 5. അപ്പൊ 3 വരും ഫേവറബിൾ, ടോട്ടൽ 6 വരും അല്ലേ? യെസ്. സോ 1/2 കറക്റ്റ് ആട്ടോ പറഞ്ഞത്. ഓക്കെ, സോ പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, അപ്പൊ ഇതുപോലെ നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്റുകൾ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് തന്നെ പ്രോബബിലിറ്റി വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന്റെ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ഡെഫിനേഷൻ. ഇനിയും ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ആക്സിയോമാറ്റിക്കിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാനിപ്പോ ഇതാണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ളത് നമുക്ക് ചെയ്യാം. പ്രാക്ടീസ് എന്തായാലും നല്ല പ്രാക്ടീസ് വേണം. പക്ഷെ ഇത് ബേസിക് നമുക്ക് പോകുന്നതുകൊണ്ടാണ്, ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ് ഇത്രയും ബേസിൽ നിന്ന് പോകുന്നത്. സെക്കൻഡ് ക്ലാസ് തൊട്ട് നമ്മൾ എന്തായാലും കുറച്ചുകൂടെ ലെവൽ കൂടും എന്തായാലും. ഇനി ഫ്രീക്വൻസി അപ്രോച്ച് നിങ്ങൾ എന്തായാലും ഇപ്പൊ പഠിക്കേണ്ട കാര്യം, നിങ്ങൾക്കത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇല്ല. അപ്പം ആ ഒരു കാര്യം വിട്ടേക്ക്. ആക്സിയോമാറ്റിക് അപ്രോച്ച് ആണ് ഇനിയുള്ള ഡെഫിനിഷൻ. പക്ഷെ ആക്സിയോമാറ്റിക് അപ്രോച്ച് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഓപ്പറേഷൻ ഓഫ് സെറ്റ്സ് എന്താണെന്ന് അറിയണം. അതായത് അത് നമ്മൾ ഇവിടെ എല്ലാം പഠിക്കുന്നത് ഇവന്റ് ആയിട്ടാ. ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സബ്സെറ്റ് ഓഫ് ആരായിട്ടാ പറഞ്ഞേക്കുന്നത്? സബ്സെറ്റ് ഓഫ് ദി സാമ്പിൾ സ്പേസ് ആയിട്ടാണ് നമ്മൾ ഇവന്റിനെ വിശേഷിപ്പിച്ചത്. അപ്പം അവിടെ നമുക്ക് എന്താണ് ഇവന്റുകൾ വരുമ്പോഴത്തേനും ചില കാര്യങ്ങളൊക്കെ കയറി വരും. ഉദാഹരണത്തിന് യൂണിയൻ, ഇന്റർസെക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കയറി വരും. അതൊക്കെ ഒന്ന്
നമ്മൾ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകണം. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പം ഫസ്റ്റ് വൺ, അപ്പൊ നമ്മള് ഡയറക്റ്റ് ഇപ്പൊ ഇത് മാത്തമാറ്റിക്സിലേക്കല്ല പോകുന്നത്, യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാലും ഈ സെറ്റുകളെല്ലാം നമ്മൾ പ്രോബബിലിറ്റിയിൽ ആരാണ്? ഇവന്റുകളാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓക്കെ, ഞാൻ എന്തായാലും 2 ഇവന്റുകൾ എടുക്കാണ്, എയും ബിയും. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്താന്ന് എല്ലാവർക്കും അറിയാവോ? എ യൂണിയൻ ബി നമ്മൾ പിക്ചറൈസ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? നമ്മുടെ ഹോൾ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ് ഇങ്ങനെയാണെങ്കിൽ ഇത് എയും ഇത് ബിയും അല്ലേ? സോ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതായിരിക്കും അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇതാണ് എ യൂണിയൻ ബി. അതായത് എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സെറ്റിനെയാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, ma'am. ഓക്കെ, ഇതേപോലെ നമുക്കുള്ളതാണ് എ ഇന്റർസെക്ഷൻ ബിയും. ഈ എ ഇന്റർസെക്ഷൻ ബിയിലും എന്താന്ന് വെച്ചാല് 2 സെറ്റുകൾ ഉണ്ട്. ആ സെറ്റുകളിൽ കോമൺ ആയിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി. അതായത് എക്കും ബിക്കും കോമൺ എലമെന്റ്സ് ആയിട്ട് വരുന്നതാണ് എ ഇന്റർസെക്ഷൻ ബി. എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും. പിന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട അടുത്ത ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ആണ്. സോ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് വലിയ സെറ്റാണ്, എല്ലാ മെമ്പേഴ്സും അടങ്ങിയ ഒരു സെറ്റ്. അതിന്റെ അകത്ത് നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റ് ഇതാണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതാണ് എ എങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഇവരായിരിക്കും. ഇതാണ് എ കോംപ്ലിമെന്റ്. ഞാൻ ഈ ഷെയ്ഡഡ് റീജിയൻസ് ആണ് കേട്ടോ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ, മാറിപ്പോയല്ലേ? ഓക്കെ, ഇതാണ് എ കോംപ്ലിമെന്റ്. ഇതാണ് എന്ത്? നമ്മുടെ എ കോംപ്ലിമെന്റ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടും വരുന്നത് അടുത്തത് എ മൈനസ് ബി. എ മൈനസ് ബി ഒക്കെ മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും നമുക്കൊന്ന് പറഞ്ഞു പോവാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാല് ഇതാണ് 2 ഇവന്റ് എയും ബിയും. ഓക്കെ, എ ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാല് എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ളതാണ്. സെറ്റ് ഓഫ് ഓൾ എന്താണ്? എയിലുള്ളതും ബിയിൽ ഇല്ലാത്തത്. അപ്പം ആ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഈ ഏരിയാസ് ആയിരിക്കും വരുന്നത്. വ്യക്തമായോ? ഒന്നുകൂടെ പറയണോ? എ മൈനസ് ബി അതായത് എയിലുള്ളതും, അതായത് ഈ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എയിൽ അത് കാണണം, പക്ഷെ ബിയിൽ അത് കാണാൻ പറ്റത്തില്ല അതേ എലമെന്റ്സുകൾ. സോ ഇതാണ് എ മൈനസ് ബി. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരച്ചാൽ മതി. ഇത്രയും ഓപ്പറേഷൻസ് മതി നിങ്ങൾക്ക്. നമുക്ക് തൽക്കാലത്തേന് പഠിക്കാനായിട്ട് ഇത്രയും ഓപ്പറേഷൻസ് മതി. മെയിൻ ആയിട്ടും നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാല് എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ കോംപ്ലിമെന്റ്. കാരണം ഇതില് പ്രോബബിലിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോബബിലിറ്റിയുടെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഈ ഇത്രയും ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ട് ചോദിക്കാം. യൂണിയൻ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഓക്കെ ആണോ ഇത്രയും പറഞ്ഞത്? ഹലോ, ഇനി നമ്മള് ഇത് സെറ്റിന്റെ രീതിയിലാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന പ്രധാന കാര്യം എന്ന് വെച്ചാൽ പ്രോബബിലിറ്റിയുടെ ടേംസ് ആണ്, പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അതിനുശേഷമായിരിക്കും ആക്സിയോമാറ്റിക് ഡെഫിനേഷനിലേക്ക് പോകുന്നത്. പ്രോബബിലിറ്റിയുടെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നെ, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ലൈസ് ബിറ്റ്വീൻ 0. ഞാനിപ്പോ പ്രോബബിലിറ്റിക്ക് പി എന്നാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. 0യ്ക്കും 1നും ഇടയിലായിരിക്കും പ്രോബബിലിറ്റി എപ്പോഴും ലൈ ചെയ്യുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻ ബിറ്റ്വീൻ 0, അതായത് ക്ലോസ്ഡ് ഇന്റർവെൽ 0,1 എന്ന് നിങ്ങൾക്ക് പറയാം. ആ ഒരു 0,1 ഇടയിലായിരിക്കും എന്ത്? പ്രോബബിലിറ്റി ലൈ ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതാണ് പ്രോബബിലിറ്റി വിൽ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. സോ ഇൻ ബിറ്റ്വീൻ 0 and 1. സെക്കൻഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു ഇവന്റ് എടുത്താലും ആ ഒരു ഇവന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഐദർ ഇത് അത് തന്നെയാണ്, പക്ഷെ നമ്മളത് കുറച്ചുകൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യുന്നതേ ഉള്ളൂ.
അതായത് പ്രോബബിൾ ഈ എ എന്ന് പറയുന്നത് ബി എനി ഇവന്റ്. ഓക്കെ, ബി എനി ഇവന്റ്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഏതെങ്കിലും ഒരു ഇവന്റ് ആ ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമ്മളിപ്പോൾ 2 ഇവന്റ്സ് കൺസിഡർ ചെയ്യുവാണ്. യു ആർ കൺസിഡറിങ് 2 ഇവന്റ്സ് എ ആൻഡ് ബി. എ ആൻഡ് ബി ആർ 2 ഇവന്റ്സ് യു ആർ കൺസിഡറിങ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാല് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇവിടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ എക്സോസ്റ്റീവ് ഇവന്റ് മ്യൂച്വലി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? മ്യൂച്വലി എന്തോ ഡിസ്ജോയിന്റ് ഇവന്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി കാണില്ല. വെരി ഗുഡ്. അതായത് നമുക്ക് ഡിസ്ജോയിന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ താരമില്ല. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. യുവർ ഇഫ് എയും ബിയും എന്താണ് ഡിസ്ജോയിന്റ് ആണെങ്കിൽ. അപ്പൊ ആ ഫോർമുലക്ക് എന്ത് മാറ്റം സംഭവിക്കും? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ഓക്കെ, ഇതേപോലെ ഇത് ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. ഇത് നമുക്ക് എന്താണ് എ ഇന്റർസെക്ഷൻ ബിയോ ബാക്കി എന്ത് വേണേലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് പ്രോബബിലിറ്റിയുടെ കുറച്ച് പിന്നുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അത് നമ്മൾ കോംപ്ലിമെന്റ് പഠിച്ചു. ഏതെങ്കിലും ഒരു ഇവന്റ് കൺസിഡർ ചെയ്യുക. ആ ഇവന്റ് പ്ലസ് ആ ഇവന്റിന്റെ കോംപ്ലിമെന്റ് ഇവന്റ് എന്ന് പറയുന്നത് ഈ 2 പ്രോബബിലിറ്റിയുടെയും സം എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഒരു ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് എന്താ ബാക്കി ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പല രീതിയിലാണ് പല ടെക്സ്റ്റുകളിൽ കാണുന്നത്. ചിലയിടത്ത് ഇങ്ങനെ എഴുതും. ഓക്കെ, അതൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്താൽ മതി. സോ ഇതാണ് ബേസിക് ആയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ്. അപ്പൊ അത്രയും മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രോബ്ലം നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു പ്രോബ്ലം നമുക്ക് ഒരെണ്ണം ചെയ്താലോ? എന്തു പറയുന്നു? പ്രോബ്ലം ചെയ്യാൻ റെഡിയാണോ? ഓക്കെ. ഓക്കെ, അത് നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കാണാന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 ഇവന്റ്സ് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് എയും ബിയും തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എയും തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബി കണ്ടുപിടിക്കുക. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ഞാൻ പറഞ്ഞില്ല. സോ അത് നമുക്ക് ഇൻഡിപെൻഡൻസ് അറിയാവുന്നവർ ചെയ്തു വെക്കാം. അല്ലാത്തവര് ഇൻഡിപെൻഡന്റ് പറയണമെങ്കിൽ കണ്ടീഷണലിലേക്ക് പോവേണ്ടി വരും. അറിയാവുന്നവർ ചെയ്തു വെച്ചോളൂ. പക്ഷെ എന്നാലും നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് മാത്രം ഒന്ന് ട്രൈ ചെയ്യാം. സോ നമ്മൾ ഡയറക്റ്റ് ചെയ്താൽ മതി. കിട്ടിയോ? അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ജോയിന്റ്. സോ എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. അപ്പൊ അതാണ് വ്യത്യാസം വരുന്നത്. ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. വാല്യൂ എത്രയാന്ന് ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ പറയാം. One by 10. 1/10. 1/10 ആണല്ലേ? കറക്റ്റാ, 1/10 ആട്ടോ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. സോ ഇൻഡിപെൻഡന്റ് ഇവന്റും കൂടി ഉണ്ട്. അതിപ്പോ ഞാൻ പറഞ്ഞു പോയി ഇൻഡിപെൻഡന്റ് എന്താന്നുള്ളത് ഞാൻ വിട്ടുപോയതായിരുന്നു. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാല് ഒരു ഇവന്റിന്റെ ഹാപ്പനിങ്, അതായത് 2 ഇവന്റ് ഇൻഡിപെൻഡന്റ് എന്ന് പറയണമെങ്കിൽ ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യുന്നത് മറ്റു ഇവന്റിനെ അഫക്ട് ചെയ്യത്തില്ല. ഒരു ഇവന്റിന്റെ ഹാപ്പനിങ് മറ്റു ഇവന്റിനെ അഫക്ട് ചെയ്യത്തില്ലാത്തതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ കേസിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എപ്പോഴും പ്രോബബിലിറ്റി ഓഫ് എ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഇവന്റ് ഇതും കൂടി ഒന്ന് ഓർത്തൊക്കെ, ഞാൻ അത് പറയാൻ വിട്ടുപോയതായിരുന്നു. ഇൻഡിപെൻഡന്റ് ഇവന്റ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് വെച്ചാൽ 2 ഇവന്റുകൾ ഉണ്ടെങ്കിൽ ഒരു ഇവന്റിന്റെ ഹാപ്പനിങ് ഒരു ഇവന്റിന്റെ ഹാപ്പനിങ് എന്താണ്? അടുത്ത ഇവന്റിനെ
ഹാപ്പനിങ്ങുമായിട്ട് അഫക്റ്റഡ് അല്ല. സോ നമുക്ക് മാത്തമാറ്റിക്കലി എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് ബി ആയിരിക്കും. അപ്പൊ ഇത് ഇവിടെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ളത്. പിന്നെ പ്രോപ്പർട്ടീസിൽ ഒരു 2 പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് ദ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ദ നൾ എന്ന് പറയുന്നതിലും ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയാം, അല്ലെ ഫൈ എന്നാണ് പറയുന്നത്. ഇമ്പോസിബിൾ ഇവന്റ് എന്ന് എടുത്തോളൂ. പ്രോബബിലിറ്റി ഓഫ് ദ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് 0 ആയിരിക്കും. നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഇവന്റ്, നടക്കാൻ ഒട്ടുമേ ചാൻസ് ഇല്ലാത്ത ഒരു ഇവന്റ്, അതിന്റെ പ്രോബബിലിറ്റി എപ്പോഴും 0 ആയിരിക്കും. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ, അതിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. ഇനി നമുക്ക് ആക്സിയോമാറ്റിക് അപ്രോച്ചിലേക്ക് വന്നിട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലേക്ക് പോകാം. അപ്പൊ ഞാൻ പഠിപ്പിച്ച ഇത്രയോ എന്തോ പറഞ്ഞു അതൊന്നുകൂടെ പറയാമോ? പ്രോബബിലിറ്റി സാമ്പിൾ സ്പേസ് 1. അത് ഞാൻ പറയാം. അതായത് സെക്കൻഡ് ഇത് ഇവിടെ ജാം ആയിപ്പോട്ടോ. ഓക്കെ. പ്രോബബിലിറ്റി ഓഫ് ദ സാമ്പിൾ സ്പേസ്, അതായത് ഞാൻ ഇങ്ങോട്ടൊന്നുകൂടെ എഴുതണോ? ഇങ്ങോട്ട് വേണേ ഒന്നുകൂടെ എഴുതാം. അതായത് സാമ്പിൾ സ്പേസ് ഉണ്ടല്ലോ, സാമ്പിൾ സ്പേസുകളുടെ പ്രോബബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ എസ് എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അതിന്റെ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ദ ഇമ്പോസിബിൾ ഇവന്റ്, അതായത് നമ്മൾ ഈ ഫൈ എന്നൊക്കെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ഇവന്റിനെ. ഇമ്പോസിബിൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതിന് ഇമ്പോസിബിൾ ഇവന്റ് എന്നൊക്കെ പറയുന്നതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ ഡിസ്ജോയിന്റ് ഇവന്റ്സ് ആണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിപ്പോ, അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ ഓർത്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് ഫൈ, നമ്മൾ ഈ ഇമ്പോസിബിൾ ഇവന്റിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്ന ഫൈ എന്നാണ്. ഈ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ഈ ഒരു 2 പ്രോപ്പർട്ടീസും കൂടി എപ്പോഴും മനസ്സിൽ വേണം. പിന്നെ നമ്മളിവിടെ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ 100% നടക്കാൻ സാധ്യതയുള്ള ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാവോ? 100% ഓർത്ത് പറഞ്ഞാൽ മതി. 100% നടക്കാൻ സാധ്യതയുള്ള ഇവന്റിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. വെരി ഗുഡ്. അപ്പം അതായത് 100% നടക്കാൻ സാധ്യതയുള്ള ഇവന്റുകളെ നമ്മൾ ഷുവർ ഇവന്റ് എന്നാ വിളിക്കുന്നത്. ഓക്കെ. ഷുവർ ഇവന്റ് ആർ ദോസ് ഇവന്റ് വിച്ച് വിൽ ഹാപ്പൻ 100%. അങ്ങനെ കൊടുക്കാം. തൽക്കാലം മനസ്സിലാവാൻ 100% ഷുവർ ആയിട്ട് ഹാപ്പൻ ചെയ്ത. അപ്പൊ അങ്ങനെയുള്ള പ്രോബബിലിറ്റി ഓഫ് ദിസ് ഷുവർ ഇവന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾവേസ് 1 ആയിരിക്കും. ഇത്രയും ആണുള്ളത്. ഇനി നമുക്ക് എന്താണ് ആക്സിയോമാറ്റിക് അപ്രോച്ചിലേക്ക് പോകാം. ഞാൻ ഈ പറഞ്ഞ ഇത്ര ഓക്കെ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാഴികയുണ്ടോ? എക്സ്ക്യൂസ് മീ മാം, പറഞ്ഞു. ആ നേരത്തെ പ്രോബ്ലത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. മറ്റേ ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ അല്ലേ? ഞാനത് ഓക്കെ. ഇത് ഓക്കെ. അത് കണ്ടുപിടിച്ചായിരുന്നോ? എത്രയാണ് വന്നേക്കുന്നത്? 1/5. അതായത് ഇവിടെ നമ്മള് ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 3/5 ഈക്വൽ ടു 1/2 പ്ലസ് പി മൈനസ് 1/2p. അതായത് ഇവിടെ ഇപ്പം മറ്റേ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ബി അങ്ങനെ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻടു ബി. പ്രോബിലിറ്റി ഓഫ് ഇങ്ങനെ വരൂല്ലേ? ഹലോ പറഞ്ഞു. ഒന്നെങ്കിൽ ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്യാട്ടോ. പ്രോബിലിറ്റി ഓഫ് നമ്മുടെ ആ ഒരു പ്രോബിലിറ്റി ഓഫ് എന്റെ പ്രോബിലിറ്റി ഓഫ് ബി ഇല്ലേ, അങ്ങനെ തന്നെ ചെയ്യാട്ടോ. അങ്ങനെ ചെയ്യുന്നതായിട്ടോ. ഞാൻ പെട്ടെന്ന് 1/2 പ്ലസ് പി മൈനസ് 1/2p അല്ലേ? യൂണിയൻ പക്ഷെ 3/5 അല്ലായിരുന്നോ? 3/5 ഈക്വൽ ടു
ഓക്കെ ഓക്കെ മനസ്സിലായി. അതായത് ഓക്കെ, ഞാനത് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ ഓക്കെ 1/2 പ്ലസ് ബി എന്ന് പറയുന്ന ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അല്ല, ഇത് ബി വീണ്ടും കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചേ? ശരി കേട്ടോ. അതായത് നമുക്കിവിടെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യണ്ടേ എത്തുന്നത്. അതെ കറക്റ്റ്. അതായത് ഓക്കെ, നമുക്ക് ഇവിടെ അത് എഴുതി പോകാതായിരിക്കും ബെറ്റർ. അതായത് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 3/5 ആണ്. 3/5 ഈക്വൽ ടു 1/2 പ്ലസ് പ്രോബബിലിറ്റി പ്ലസ് ബി മൈനസ് നമുക്കിവിടെ 1/2 പി ഇങ്ങനെ വരും. സോ ആ പി നമുക്ക് വെളിയിലെടുക്കാം അല്ലെ? പി വെളിയിലെടുക്കുമ്പോ എങ്ങനെ വരും? 1/2 മൈനസ് 1 മൈനസ് 1/2 1 മൈനസ് 1/2 കറക്റ്റ്. അപ്പൊ നമുക്കിവിടെ കറക്റ്റ് വരുന്നത് എത്ര വരും? അതായത് 1/5 ആണ്. 1/5 1/5 ആണോ? 3/5 മൈനസ് 1/2 മൈനസ് 1/2 ഇൻറ്റു ഓക്കെ കറക്റ്റാ. ഞാനിവിടെ ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേനും കേട്ടോ. അതായത് ഇവിടെ ചെയ്തതിലേ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേ. എല്ലാവർക്കും കിട്ടിയായിരുന്നോ പി 1/5 ആയിട്ട്? കിട്ടിയോ എല്ലാവർക്കും 1/5 ആയിട്ട്? ഇപ്പൊ പറഞ്ഞ ആരാ ആൻസർ? ഞാൻ ധന്യ. ഞാനിന്റെ പേര്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ ആൻസർ 1/5 ആയിട്ട്? ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞെന്ന് വെച്ചാല് ആക്സിയോമാറ്റിക് അപ്രോച്ച് ആണ്. സോ ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് അതായത് ഇവിടെ നമ്മൾ ഓരോ പ്രോബബിലിറ്റീസ് പഠിക്കുമ്പോഴും ഓരോ പ്രോബബിലിറ്റീസും നമുക്ക് ഓരോ ഡെഫിനിഷൻസ് പഠിക്കുമ്പോഴും ഡീമെറിറ്റ്സ് ഉണ്ട്. അപ്പൊ സയന്റിസ്റ്റ് എല്ലാം കൂടി കുറച്ച് സെറ്റ് ഓഫ് ആക്സിയംസ് എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച് സെറ്റ് ഓഫ് റൂൾസ്. ആ സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ട് പ്രോബബിലിറ്റിനെ ഡിഫൈൻ ചെയ്തു. ആ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്താണെന്ന് അറിയാവോ എല്ലാവർക്കും? ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾ ആണ് അല്ലേ? ഫംഗ്ഷൻ അറിയോ എല്ലാവർക്കും? ഫംഗ്ഷൻ ഫ്രം എ ടു ബി നമ്മളിങ്ങനെയൊക്കെ പറയത്തില്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സംതിങ് പറയത്തില്ലേ ഫംഗ്ഷൻ? അതുപോലെ പ്രോബബിലിറ്റിനെയും ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഇവന്റ്സിലാണ്. ഓക്കെ, അപ്പം ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഫംഗ്ഷന് അല്ലെങ്കിൽ പ്രോബബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ആക്സിയത്തിലാണ്. അതിന്റെ ഫസ്റ്റ് ആക്സിയം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ദി സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. സി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ ഓഫ് ദ ഇവന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സബ്അഡിറ്റീവ് എന്ന് പറയുന്നത് സമ്മേഷൻ i is equal to 1 to n probability of failure. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, അതായത് ഈ ആക്സിയംസ് എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനെ ആണ് എന്തെന്ന് പറയുന്നത്? പ്രോബബിലിറ്റി. ഈ ഫംഗ്ഷൻസ് പറയുന്ന വിത്ത് റെസ്പെക്ട് ടു ഇവന്റ് ആണ്. ഈ ഓരോ ഇവന്റുകളും ഒരു കളക്ഷൻ ഓഫ് സെറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അത്രയും നിങ്ങൾ പഠിക്കണ്ട, പക്ഷെ ഇതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് ആക്സിയംസ് എല്ലാം എന്താണ്? ട്രിവിയലി അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് റൂൾസ് എല്ലാം ട്രിവിയലി കറക്റ്റ് ആയിരിക്കും, ട്രിവിയലി ശരിയായിരിക്കും. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആക്സിയോമാറ്റിക് അപ്രോച്ച് മനസ്സിലായോ? ആക്സിയോമാറ്റിക് അപ്രോച്ച് മനസ്സിലായോ? ഹലോ, മനസ്സിലായോ ആക്സിയോമാറ്റിക് അപ്രോച്ച്? ഹലോ, പോയോ എല്ലാരും? ആരെങ്കിലും ഒന്ന് പറയോ, റെസ്പോണ്ട് ചെയ്യുവോ? ഹലോ, ആക്സിയോമാറ്റിക് അപ്രോച്ച് മനസ്സിലായോ? ഹലോ, മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ എന്ന് പറഞ്ഞാല് ഇത് കുറച്ചുകൂടെ ഹയർ ഡെഫിനിഷൻ ആണ്. നമുക്ക് ഈ ഡെഫിനിഷൻ വെച്ച് പ്രോബ്ലമോ ഒന്നും പഠിക്കാനില്ല. നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കാം ആക്സിയോമാറ്റിക് അപ്രോച്ചിന്റെ.
അപ്പം ആക്സിയോമാറ്റിക് അപ്രോച്ച് പ്രകാരം പ്രോബബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എ ഫംഗ്ഷൻ ബേസ്ഡ് ഓൺ ദി ഇവന്റ് എ. അതായത് എ എന്ന് പറഞ്ഞ ഇവന്റിനെ ആസ്പദമാക്കി പ്രോബബിലിറ്റിനെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സച്ച് ദാറ്റ് ഈ ആക്സിയംസ് ഒക്കെ അത് സാറ്റിസ്ഫൈ ചെയ്യും. പ്രോബബിലിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, പ്രോബിലിറ്റി ഓഫ് എസ് ഈക്വൽ ടു 1, പ്രോബിലിറ്റി ഓഫ് യൂണിയൻ ഐ എ ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ പ്രോബിലിറ്റി ഓഫ് എ. അപ്പൊ ഇവിടെ എ ഐ എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്, അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് ഇവന്റ്സ് ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആക്സിയോമാറ്റിക് അപ്രോച്ചിന്റെ ഡെഫിനിഷൻ. ഇനി കണ്ടീഷണൽ പറയണോ അതോ ഞാനൊരു പ്രോബ്ലത്തിലേക്ക് പോകണോ എന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. കണ്ടീഷണൽ പറയാതെ ആ പ്രോബ്ലത്തിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പം ഇത്രയും പഠിപ്പിച്ചതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തായാലും നമ്മളൊരു എനിക്കൊരു 5 minutes 6 minutes ലാഗ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതും കൂടി കൂട്ടിയെടുക്കാന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇത്രയും പഠിപ്പിച്ചത് ഓക്കെയാണോ? ഇത്രയാണ് പ്രോബബിലിറ്റിയുടെ ഒരു. ഇനി കണ്ടീഷണൽ തൊട്ട് കുറച്ച് വേണം, കാരണം നമ്മൾ കണ്ടീഷണൽ തൊട്ട് നിങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയും പ്രോബ്ലം ചെയ്തതൊക്കെ ഓക്കെ ആണോ? പ്രോബ്ലം ഇനിയും ചെയ്യിപ്പിക്കണോ ഒക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാവോ? പ്രോബ്ലം കൂടി ചെയ്യിപ്പിക്കുന്ന കൊള്ളായിരുന്നു മിസ്. കൊള്ളായിരുന്നു. ഓക്കെ. ഇനിയിപ്പം നമുക്കിപ്പം പ്രോബബിലിറ്റിയില് ഈ ബേസിക് പ്രോബബിലിറ്റിയില് നിങ്ങൾക്ക് പ്രോബ്ലം വേണോ? അതായത് അങ്ങനെ ആണെങ്കിൽ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിലിടാം. എന്നിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഒരു കുറച്ച് സെക്ഷൻ അതിനുവേണ്ടി മാറ്റി വെക്കാം. പക്ഷെ എനിക്ക് ഇത്രയും ചെയ്തതിൽ എല്ലാവർക്കും ഓക്കെ ആണോന്ന് അറിയണം. അതായത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തായാലും പ്രോബ്ലം ചെയ്ത് പോവാം. കാരണം പ്രോബ്ലം ചെയ്യാണ്ട് നമുക്ക് ആർക്കും എക്സാം ശരി പ്രോബ്ലം പേപ്പറാണ്, അതുകൊണ്ട് അത് ചെയ്തു പോയേ പറ്റുള്ളൂ. അപ്പൊ ഇത്ര ഓക്കെ ആണോ? പറഞ്ഞ കണ്ടന്റ് ശരിക്കും സത്യം പറഞ്ഞാല് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഒരു സെറ്റ് നിങ്ങൾക്ക് വേണമെന്ന് കാണിച്ചു തരാം. സത്യം പറഞ്ഞാല് ഈ ബേസിക് പ്രോബബിലിറ്റി എന്നൊന്നും നിങ്ങൾക്ക് അങ്ങനെ ചോദ്യമില്ല. ചോദ്യം വരുന്നത് ഇനി പഠിക്കാൻ പോകുന്ന സെക്ഷൻ മുതലാണ്. പക്ഷെ അതറിയണമെങ്കിൽ ഇത് വ്യക്തമായിട്ട് അറിയണം, ഞാൻ ഈ പറഞ്ഞ ടേംസും കാര്യങ്ങളും. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ തൊട്ടാണ് ശരിക്കും ഇനി പ്രോബ്ലം വരുന്നത്. അപ്പം അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും ഉറപ്പായിട്ടുണ്ടല്ലേ. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും റെഫർ ചെയ്ത് പോയായിരുന്നു. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഈ ടേംസ് അറിയണം. അതറിയാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാവുന്ന സെക്ഷനേ ഉള്ളത്. അപ്പം ഞാനൊരു ചെറിയ സെക്ഷനും കൂടി പറഞ്ഞങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഗ്രൂപ്പിലിട്ടാ പോരെ? ചെയ്യാൻ പറ്റുന്ന സമയം കണക്ക് ചെയ്താൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലോ ഗ്രൂപ്പിലോ ചോദിച്ചാലും മതി. ഓക്കെ. ഓക്കെ. അപ്പം അതെന്തായാലും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ, ഇടുന്ന പ്രോബ്ലംസ് ഒക്കെ. ഓപ്പൺ ആയിട്ട് എന്തായാലും ഡിസ്കഷൻ വരും. അതിന് മുമ്പ് ഒരു ചെറിയ കോൺസെപ്റ്റും കൂടി പറയാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് മൊത്തം ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ആണ്. അതായത് ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ഒറ്റ ഇവന്റ് എ എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി, ഒറ്റ ഇവന്റിന്റെ പ്രോബബിലിറ്റി. ഇനി ഈ പ്രോബബിലിറ്റി ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയും കണ്ടീഷണൽ പ്രോബബിലിറ്റിയും ഉള്ള വ്യത്യാസം അറിഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. പിന്നെ ഫോർമുല വെച്ച് ചെയ്താൽ മതി. അപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ കണ്ടീഷൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? നമുക്കിപ്പം 2 ഇവന്റുകൾ ഉണ്ട്, എയും ബിയും. ഈ 2 ഇവന്റുകളുടെയും കണ്ടീഷൻ ചെയ്യുക. അതായത് കണ്ടീഷൻ ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെ പ്രോബബിലിറ്റി ആണെന്ന് വെക്കാം. പക്ഷെ ഞാൻ അതിനെ കണ്ടീഷൻ ചെയ്തേക്കാം വിത്ത് റെസ്പെക്ട് ടു ബി ആയിട്ട്. എന്ന് പറഞ്ഞാല് ബി എന്ന് പറഞ്ഞ ഇവന്റ് ഓൾറെഡി ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള എയുടെ പ്രോബബിലിറ്റിനെയാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. അതായത് ബി എന്ന് പറഞ്ഞ ഇവന്റ് ഓൾറെഡി ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എയുടെ പ്രോബബിലിറ്റിനെയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ, ലിറ്ററലി ഇത്രേ ഉള്ളൂ കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പം പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നാ പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് വി ആർ ആക്ച്വലി ഫൈൻഡിങ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ ഗിവൺ ബി ഹാസ് ഓൾറെഡി ഒക്വേർഡ്. ഈ ഗ്രാമർ ഒക്കെ ചിലപ്പോൾ പ്രശ്നമാണ് കേട്ടോ, ക്ഷമിക്കണം. ഓക്കെ. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് ഇതാണ് മീനിങ്. ബി ഓൾറെഡി ഒക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എയുടെ പ്രോബബിലിറ്റിനെയാണ്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാല് നമ്മളിപ്പം ചിലയിടത്തെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് റിട്ടേൺ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ, അതായത് റിട്ടേൺ ക്ലിയർ ചെയ്താലേ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്.
അതൊരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടീഷണൽ ഇവന്റിന്റെ എക്സാമ്പിൾ ആണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് നമുക്കത് പരിഗണിക്കാം. കാരണം ഇപ്പൊ 100 കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമില് എത്ര കുട്ടികളാണ് ക്ലിയർ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. 50 കുട്ടികളായിരിക്കും ക്ലിയർ ചെയ്യുന്നത്. ആ 50 കുട്ടികളെ ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ ഇന്റർവ്യൂ ചെയ്തെന്ന് കുട്ടികളെ ആണ് പിന്നെ ഫൈനൽ റിസൾട്ടിലേക്ക് പോകുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എന്താണ്, those who have attended the interview given the students who passed the examination. അതൊരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്, ഒരു റിയൽ ലൈഫ് എക്സാമ്പിളും ആണ്. നമ്മുടെ പ്രോബബിലിറ്റീസ് എല്ലാം റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ഭയങ്കര എളുപ്പമാണ് പഠിക്കാൻ. ഇതാണ് എക്സാമ്പിളും ഇതാണ് എന്താ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിയുടെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് മാത്തമാറ്റിക്കലി നമുക്ക് എന്താണ് കുറച്ച് മാത്തമാറ്റിക്കലി നമുക്ക് ഇതിന് ഫോർമുലാസ് ഉണ്ട്. അപ്പൊ മാത്തമാറ്റിക്കലി പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇതാണ് ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0. അതായത് ഇത് ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇതൊരു കണ്ടീഷൻ ഉണ്ട്. ഇതുപോലെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ, where probability of A not equal to 0. മനസ്സിലായോ? ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പൊ ഇത് മാത്തമാറ്റിക്കലി നമ്മൾ ഈ ഡെഫിനിഷനും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഡെഫിനിഷൻ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്കിനി ഇവിടം തൊട്ട് നമ്മുടെ മെയിൻ ടോപ്പിക് ആണ്. ഇവിടം തൊട്ട് എന്തായാലും പ്രോബ്ലംസ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇത്രേ ഉള്ളൂ കണ്ടീഷണൽ പ്രോബബിലിറ്റി. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇനി അപ്ലൈ ചെയ്യാൻ പോവാം. അതായത് ഇൻഡിപെൻഡൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സപ്പോസ് എയും ബിയും ഇഫ് എ കോമ ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. സോ ഇതെങ്ങനെ നമുക്ക് എഴുതാം? ഇത് ഓൾറെഡി ഡെഫിനിഷൻ പ്രകാരം ഇങ്ങനെയാണ്. ഓക്കെ, ബട്ട് ഇൻഡിപെൻഡന്റ് ആയി കഴിയുമ്പോൾ ഈ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. സോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. ഡൗട്ട് ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഈ കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ എക്സാമ്പിളും കണ്ടീഷണൽ പ്രോബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. സിമ്പിൾ അല്ലേ? ഈ ഒരു കോൺസെപ്റ്റ് ഇച്ചിരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ് ആണ്. കാരണം ഇത് വെച്ചാണ് ഇനി ബിൽഡ് ചെയ്തു പോകുന്നത് നമ്മുടെ ഈ ഒരു സിലബസ് തന്നെ. അപ്പം ഇവിടെ തൊട്ട് നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കുക. ഇതേ അപ്പം നമുക്കിവിടെ പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ബിക്കം ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി. ഓക്കെ, whenever A and B are independent. പിന്നെ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി പറയുമ്പം ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംശയമായിരുന്നു. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിന്റെ പ്രോബബിലിറ്റിയാ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. എ ഗിവൺ ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എന്താണ് മീൻ ചെയ്യുന്നതാണ്. എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി വി ആർ ഫൈൻഡിങ് ദ പ്രോബബിലിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ദ ഗിവൺ കണ്ടീഷൻ ഓഫ് ബി. ഇതാണ് അതിന്റെ അർത്ഥം. നമ്മള് ശരിക്കും കണ്ടുപിടിക്കുന്ന പ്രോബബിലിറ്റി എ ആണ്, ബട്ട് ബി ഈസ് ഓൾറെഡി ഒക്വേർഡ്. ബി കാരണം എക്ക് ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുമൂലം എയുടെ പ്രോബബിലിറ്റി, സോ എയുടെ പ്രോബബിലിറ്റി തന്നെയാണ് അവിടെ കണ്ടുപിടിക്കുന്നത്. തിരിച്ച് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണെങ്കിൽ വി ആർ ആക്ച്വലി ഫൈൻഡിങ് ദ പ്രോബബിലിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ദ ഇവന്റ് എ ജസ്റ്റ് ഹാപ്പൻഡ് ഓൾറെഡി. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ്സ്. ഇത്രയാണ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇനി ഇത്രയും വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം വർക്ക് ചെയ്യാൻ തോന്നുന്നു. പ്രോബ്ലത്തിന് എല്ലാവരും കൂടി ഇരിക്കാൻ റെഡിയാണോ? ആ ഒരു പ്രോബ്ലം കൂടി ഇരിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഇരിക്കാം, അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ക്ലാസ്സിലേക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയാണ്. കുഴപ്പമില്ല മിസ്സേ. ഓക്കെ, നമ്മളൊരു 4 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് അത് ഫിനിഷ് ചെയ്യട്ടോ. വിഷമിക്കണ്ട, പെട്ടെന്ന് തന്നെ വിട്ടേക്കാം. ഓക്കെ, ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, ഇവിടെ സാമ്പിൾ സ്പേസ് എഴുതുന്നതിന് ഇച്ചിരി ഒരു സമയം എടുക്കും. പക്ഷെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഈ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് പക്ഷെ പെട്ടെന്ന് കിട്ടും അത്. ഓക്കെ, നമുക്ക് നോക്കാം.
ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഡൈ 2 തവണ ത്രോൺ ചെയ്തു. ഡൈ ഈസ് ത്രോൺ ട്വൈസ് ആൻഡ് സം ഓഫ് ദ നമ്പേഴ്സ് റൈസിംഗ് ഈസ് നോട്ടഡ് ടു ബി 6. കാൽക്കുലേറ്റ് that the conditional probability that the number 4 has arrived at least once. അപ്പം ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദിസ് വൺ. നമ്പർ 4 ഹാസ് അറൈവ്ഡ് അറ്റ് ലീസ്റ്റ് വൺസ്. ഇത് നമുക്കിപ്പോ എ ആയിട്ട് എടുക്കുവാണെങ്കിൽ, അതായത് ലെറ്റ് നമ്പർ 4 ഹാസ് അറൈവ്ഡ് എന്നുള്ളത് എ എന്ന് പറഞ്ഞ ഇവന്റ് ആയിട്ട് ചൂസ് ചെയ്യുവാണെങ്കിൽ കണ്ടീഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗിവൺ ബി വേണം. സോ ദിസ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് വൺ, അതായത് നമ്പർ റൈസിംഗ് ഇസ് നോട്ടഡ് ടു ബി 6, സം ഓഫ് ദ നമ്പർ. അതായത് ഡൈ ത്രോ ചെയ്യുമ്പോൾ 2 ഡൈ ത്രോ ചെയ്യുമ്പോഴത്തേനും അവിടെ എത്ര, ഓക്കെ, 2 ഡൈ ത്രോ ചെയ്യുമ്പോഴത്തേനും അവിടുത്തെ സാമ്പിൾ സ്പേസ് എന്താണ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അതായത് ഇവിടെ അത് അതെ തന്നെ, ഡൗട്ട് ഉള്ളവര് ഇങ്ങനെ 1 2 3 4 5 6 ഇങ്ങനെ ഒരു കോളവും റോയും ആയിട്ട് എഴുതുക. അതിനുശേഷം ഇവിടെ 1 1 1 2, നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി പറഞ്ഞ പോലെ 1 3 1 4 1 5, ഓക്കെ, 1 6 ഇങ്ങനെ എഴുതി പോവുക. സോ ഇവിടെ ഇപ്പം നമുക്ക് ഇത് ഞാൻ എഴുതിപ്പോ എന്തായാലും 2 1 2 2 ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ എഴുതിപ്പോയാൽ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. അപ്പൊ ഇതൊരു 6 റോസും 6 കോളംസും ആണ്. അപ്പൊ നമ്മൾ ഇനി കൂടുതൽ എഴുതിയില്ലേലും നമുക്കിത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എത്രയായിരിക്കും? 36. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 36 ആയിരിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന ഇവന്റ്, പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ 4 ഹാസ് അറൈവ്ഡ് അറ്റ് ലീസ്റ്റ് വൺസ്. അതായത് നമ്മൾ ഇങ്ങനെ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ ഒരു തവണയിലും, ഓക്കെ, മിനിമം ഒരു തവണയിലും 4 മിനിമം ഒരു തവണയിലും അപ്പിയർ ചെയ്യണം എന്നാണ്. അപ്പം മാക്സിമം എത്ര വേണേലും, മാക്സിമം 2 വരെയും പോവാം. അപ്പം അങ്ങനെ മിനിമം 4 അപ്പിയർ ചെയ്യുന്ന സാമ്പിൾ സ്പേസ് ആദ്യം, സാമ്പിൾ സ്പേസ് അല്ല, ആ ഇവന്റുകൾ എഴുതുക. അതിനുശേഷം സമ്മുകൾ, അതായത് നമ്മുടെ ഈ ഓർഡേർഡ് പെയറിന്റെ സമ്മ് 6 വരുന്ന ഇവന്റുകളും എഴുതുക. അതിനുശേഷമാണ് കണ്ടീഷൻ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ 4 ഹാസ് അറൈവ്ഡ് അറ്റ് ലീസ്റ്റ് വൺസ്, ആൻഡ് ബി എന്ന് പറയുന്നത് നമുക്ക് ഇതായിട്ട് ചൂസ് ചെയ്യാം. സം ഓഫ് ദ നമ്പർ ഈസ് ഗിവിംഗ് ഇസ് റൈസിംഗ് ഇസ് നോട്ടഡ് ടു ബി 6, സമ്മ് 6 ആയിട്ട് വരിക എന്നാണ് മീൻ ചെയ്യുന്നത്. സോ അത് നമ്മുടെ ബി ആയിട്ട് എഴുതാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ദിസ് 4 ഈസ് അറൈവ്ഡ് ഗിവൺ സം ഈസ് 6 എന്നുള്ളതാണ്. അപ്പം അക്കോർഡിംഗ് ടു ദ ഫോർമുല നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. സോ ആദ്യമേ നമുക്ക് എന്തായാലും നമ്മുടെ എ എന്ന് പറഞ്ഞ ഇവന്റുകൾ എഴുതിയേ പറ്റുള്ളൂ. അപ്പം അതിവിടെ സുഖമായിട്ട് എഴുതാൻ പറ്റും, കാരണം അറ്റ്ലീസ്റ്റ് 4 വരുന്നത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഏതാ ഈ ഒരു എല്ലാം ഒന്നും എഴുതി പോകണമെന്നില്ല. 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും റോയും കോളവും എഴുതി കഴിഞ്ഞാൽ ആ കാര്യം കഴിഞ്ഞു. 3 4 എന്താണ് 4 4, പിന്നെ 5 4 6 4, ഇതേപോലെ. പിന്നെ റോ വരുന്നത് ഈ ഒരു സ്ഥലത്താണ്. 4 1 4 2 4 3 4 4 4 5 4 6. എല്ലാം എഴുതേണ്ടവർ എഴുതുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ടൈം കുറച്ച് കൺസ്യൂം, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. 4 വരുന്നത് ഇതേ ഉള്ളൂ എന്തായാലും, കാരണം വേറൊന്നും ഇല്ല. അറ്റ്ലീസ്റ്റ് 1 വരുന്നത്, മിനിമം 1 മാക്സിമം 2 ആകാം. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ട്? റിപ്പറ്റീഷൻ വരരുത്. ഈ സെറ്റിന് നമുക്കിവിടെ നിങ്ങളിവിടെ എഴുതിയാൽ മതി 1 4 2 4, ഓക്കെ. ഈ ഒരു റോയും ഈ ഒരു കോളവും, ഈ ഒരു റോയും ഈ ഒരു കോളവും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എ എന്ന് പറഞ്ഞ ഇവന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, 4 4 5 4 6 4, അഗെയിൻ 4 1 ഇങ്ങനെ എഴുതി പോയാൽ മതി. 4 2 4 3, സോറി 4 3 4 4 വേണ്ട, 4 5 4 6. ഇതേപോലെ ബി എഴുതുക. ബി എന്ന് പറയുന്നത് സമ്മ് 6 ആയിട്ട് വരുന്നത്. അപ്പൊ സമ്മ് 6 ആയിട്ട് വരുന്ന പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ നോക്കാം, 1 + 5 6 ആണ്, 2 + 4 6 ആണ്. ഇവിടെ 3 3 ആയിരിക്കും, 3 + 3 6 ആണ്.
ഇത് നമുക്ക് ഫുൾ എഴുതേണ്ടവർക്ക് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയാൽ മതി ടൈം എളുപ്പത്തിൽ കൺസ്യൂം ചെയ്യാനായിട്ട്. 1 5 2 4 3 3 പിന്നെന്താ 4 + 2 5 + 1 5. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഇതേ വരുള്ളൂ. ഈ ഒരു ഡയഗണലി വരുന്നതിനെ സം എന്തായാലും വരികയുള്ളൂ, വേറൊന്നും അപ്പിയർ ചെയ്യില്ല. സോ 1 5 എന്താണ് 2 4 3 3 again 4 2 5 1. ഇതിൽ കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എ ഇന്റർസെക്ഷൻ ബി ഒന്ന് പറയാവോ? കാണാവോ? ചെറുതാക്കണോ? ചെറുതാക്കാം. എ ഇന്റർസെക്ഷൻ ബി ഒന്ന് പറയാവോ? 2 4 4 2. 2 4 4 2. വെരി ഗുഡ്. ഇനിയിപ്പോ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. വെരി ഗുഡ്. 2 4 4 2. അപ്പൊ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമായി. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത്, ഇനി എല്ലാത്തിനെയും പ്രോബബിലിറ്റി എഴുതിയാൽ മതി. പ്രോബബിലിറ്റി ഓഫ് ബി എന്താണ്? ഇവിടുന്ന് 1 2 3 4 5 അല്ലേ? 5/36. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണെന്ന് പറയാവോ? പറയാവോ? 2/36. ഓക്കെ. ഇനി അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ആ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഇതാണ് ഫോർമുല, ഞാൻ ഇവിടെ എഴുതുവാണ്, സ്പേസ് കുറച്ച് കുറവായിട്ട്. നമ്മൾ അത് എങ്ങനെ എഴുതും? റേഷ്യോ എങ്ങനെ വരും? 2/36 ഹോൾ ഡിവൈഡഡ് ബൈ 5/36. സോ ആൻസർ എത്ര വരും? വൺസ് നമ്മളത് 2/5. 2/5. ഓക്കെ അല്ലേ? ഇതാണ് കണ്ടീഷണലിന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി ഈ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുകയുണ്ടോ ഇത്രയും കണ്ടീഷണൽ വരെ ഉള്ളതില്? ഓക്കെ ആണോ? ഹലോ മിസ് പറഞ്ഞില്ലേ കണ്ടീഷണൽ പ്രോബബിലിറ്റി ബിക്കംസ് ഇൻഡിപെൻഡന്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു സെന്റൻസ് പറഞ്ഞില്ലേ? ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ആണല്ലേ? ആ സെന്റൻസ് ഒന്നും കൂടി പറയാമോ മിസ്സേ? കിട്ടിയില്ല നോട്ട് എഴുതാൻ. ഓക്കെ. അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് ബിക്കംസ് individual probability whenever our events are independent. അതായത് നമുക്ക് ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്തായി പോകും? ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ആയി പോകും. ഓക്കെ അല്ലേ? ഓക്കെ മിസ്സേ. ഓക്കെ. പിന്നെ എന്തേലും, അതായത് നിങ്ങൾക്ക് ഈ മോഡിലെല്ല ക്ലാസ് എടുക്കണ്ടേല് ഒക്കെ ഒന്ന് പറയണം കേട്ടോ. അതായത് എങ്ങനെയാന്നുള്ളതേ, ഫസ്റ്റ് ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് നിങ്ങളത് കറക്റ്റ് പറഞ്ഞാൽ മതി എങ്ങനെയാന്നുള്ളത്. ഈ രീതി ക്ലാസ് എടുത്താൽ മതിയോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഹലോ ഹലോ യെസ് മാം, ഇത് ഓക്കെയാ. ഓക്കെ. ഓക്കെ പിന്നെ മിസ്സേ, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അതായത് ഇപ്പം എന്തെങ്കിലും മനസ്സിലാവാഴികയുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. എന്തായാലും നിങ്ങൾ ഇതെനിക്ക് പാസ്സാക്കി എടുക്കണം എല്ലാരും. മിസ്സേ, ഇങ്ങനെ ഇപ്പൊ ഈ ഓരോ ബേസിക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ലേ, അതിന്റെ കൂട്ടത്തിലും ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറില് ട്രൂ ഓർ ഫാൾസോ അങ്ങനെയൊക്കെ വരത്തില്ലേ? അപ്പൊ അതുകൂടെ ഇടയ്ക്ക് വല്ലതും പറ്റുവാണെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത്, അന്നേരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണെങ്കിലേ. അതായത് ഈ കണ്ടീഷണൽ തൊട്ടാണ് സത്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ഷീറ്റിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ്. ഞാൻ ക്വസ്റ്റ്യൻ ഷീറ്റിൽ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി പഠിപ്പിക്കാൻ പോകുന്ന മാർജിനല്, പിന്നെ കണ്ടീഷണൽ വേരിയൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോഴേ നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്തിട്ട് പോകുമ്പോഴത്തേന് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനും കൂടി പരിചയമാവുമല്ലോ എങ്ങനെയാന്നുള്ളത്. അപ്പം നമ്മൾ എന്തായാലും ആ രീതി പോവാം. എന്തായാലും അങ്ങനെ തന്നെ പോട്ടോ. അപ്പം ശരി, എന്നാ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ല ഇൻഡിവിജ്വലി പേഴ്സണലി ആയിട്ട് ചോദിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യാട്ടോ.
മിസ്സേ പ്രോബ്ലം തരില്ലേ നമ്മുടെ ഗ്രൂപ്പില്? ഞാൻ പ്രോബ്ലം ഇടാം. അതായത് ഞാൻ കുറച്ച് ഇപ്പൊ നമ്മൾ ഇത്രയും പഠിപ്പിച്ചതിന്റെ അത്രയും പ്രോബ്ലം ഒരു 5 പ്രോബ്ലം തൽക്കാലത്തേന് ഇടാം. 5 പ്രോബ്ലം. എന്നിട്ട് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ, ഇന്നോ നാളെയോ ആയിട്ടൊക്കെ. ഓക്കെ മിസ്സേ. ഓക്കെ 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 താങ്ക് യു. ശരി. ഓക്കെ മിസ്സേ, താങ്ക് യു. ഓക്കെ ബൈ. താങ്ക് യു മാം. വെൽക്കം.